അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോഴാണ് ജനിച്ചത്? പരിശുദ്ധമായ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ ഏത് ദിവസത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത്, അല്ലെങ്കിൽ ഏത് മാസത്തിലാണ്, ഏത് വർഷത്തിലാണ് എന്ന് വ്യക്തമായി കാണാൻ സാധ്യമല്ല. അത് പഠിപ്പിക്കുന്ന ഒരു ആയത്തോ അല്ലെങ്കിൽ ഹദീസോ വ്യക്തമായി എവിടെയും വന്നിട്ടില്ല. ക്രൈസ്തവ ലോകത്ത് ചിലർ പറയുന്നു ഡിസംബർ 25, എന്നാൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം ക്രൈസ്തവർ അതും അംഗീകരിക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ പല സൂറത്തുകളും അല്ലെങ്കിൽ പല ആയത്തുകളും സൂചന നൽകുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചിരിക്കുന്നത് ചൂടുകാലത്താണ്, തണുപ്പ് കാലത്തല്ല. ഇവർ പറയുന്നതനുസരിച്ച് ഡിസംബർ ആണെങ്കിൽ അത് തണുപ്പ് കാലമാണ്. പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ സൂചന നൽകുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചിരിക്കുന്നത് ചൂടുകാലത്താണ്. അതുകൊണ്ടാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം മരത്തിന്റെ താഴെയുള്ളപ്പോൾ അള്ളാഹു പറഞ്ഞത് വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല തുസാഖിതു അലൈകി റുതബൻ ജനിയ, അവിടെയുള്ള ഈന്തപ്പന മരം കുലുക്കിയാൽ അതിൽ നിന്ന് പച്ച ഈത്തപ്പഴങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹിസ്സലാമിനോട് പറഞ്ഞു. നമുക്കറിയാം തണുപ്പ് കാലത്ത് ഒരിക്കലും ഈത്തപ്പഴം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ പച്ച ഈത്തപ്പഴം ഉണ്ടാവുകയില്ല, അത് ചൂടുകാലത്താണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ പല ആയത്തുകളും നമുക്ക് സൂചന നൽകുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചിരിക്കുന്നത് ചൂടുകാലത്താണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ഏത് ദിവസത്തിലാണ് ഈസാ നബി ജനിച്ചതെങ്കിലും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്കിടയിൽ, ക്രിസ്ത്യാനികൾക്കിടയിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ള കാര്യം എന്താണ്? ഡിസംബർ 25 പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് പല മുസ്ലിമീങ്ങളും പങ്കെടുക്കുന്നത് കാണാറുണ്ട്. വൈലല്ലാഹിൽ മുശ്തക, എത്ര വലിയ ഭയാനകരമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ അവന്റെ സച്ചരിതരായ അടിമകളുടെ വിശേഷണങ്ങൾ, 10ലധികം വിശേഷണങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ പറഞ്ഞു വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സൂറിന് കൂട്ടുനിൽക്കാത്തവരാണ്, സൂറിന് പങ്കെടുക്കാത്തവരാണ്. എന്താണ് സൂർ എന്ന് പറഞ്ഞാൽ? അബുൽ ആലിയത്ത് റിയാഹി മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുമുല്ലാ താബിഈ പണ്ഡിതന്മാർ പറയുന്നു അല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ എന്ന് പറഞ്ഞാൽ അല്ലദീന ലാ യഹ്ദുറൂന അഅയാദൽ കുഫാർ, കാഫിരീങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാത്തവർ, അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാത്തവർ. പ്രിയപ്പെട്ടവരെ, അവരുടെ മതവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിട്ടില്ല. ഇത് പറയുമ്പോൾ ചില ആൾക്കാരെന്ന് പറയും ഇത് തീവ്രവാദമല്ലേ, ഭീകരവാദമല്ലേ, മതസൗഹാർദ്ദത്തിനെ തകർക്കലല്ലേ? ഒരിക്കലുമല്ല. ക്രിസ്ത്യാനികളോട് നല്ല രീതിയിൽ വർത്തിക്കാൻ ഇസ്ലാം വിലക്കുന്നില്ല. ഇസ്ലാം അനുസരിച്ച് അവർ അറുത്തിരിക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവരുടെ മതാചാരങ്ങളിൽ പങ്കെടുക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു വ്യക്തിയോട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് പ്രിയപ്പെട്ടവരെ അതിന്റെ അർത്ഥം? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്ന അതിന്റെ അർത്ഥം എന്താണ്? റബ്ബിന് ഒരു മകനുണ്ടായതിൽ ഞാൻ താങ്കൾക്ക് ആശംസ നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മകനുണ്ടായതിൽ ഞാൻ താങ്കൾക്ക് ആശംസ നേരുന്നു. നമ്മുടെ ഉപ്പയ്ക്ക് ഇല്ലാത്ത ഒരു മകനെ ഉപ്പയിലേക്ക് ചേർത്തിക്കൊണ്ട് നമ്മോട് ആരെങ്കിലും ആശംസ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മകനില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ചില ആൾക്കാർ വന്ന് പറയുന്നു ഈസ അള്ളാഹുവിന്റെ മകനാണ്, അതിന്റെ പേരിൽ എങ്ങനെ ആശംസ നേരാൻ ഒരു മുസ്ലിമിന് സാധിക്കും? അള്ളാഹു പറയുന്നു വഖാലു ഇത്തഖദർ റഹ്മാനു വലദ, ചില ആൾക്കാർ വാദിക്കുന്നത് അള്ളാഹുവിന്റെ മകനുണ്ടെന്നാണ്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, എത്ര വലിയ മഹാപാപമാണ് അവർ പറയുന്നത്. تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا, അവർ ഈ പറയുന്ന വാദം കാരണത്താൽ ആകാശം ഛിന്നഭിന്നമാകാൻ പോകുന്നു, അതുപോലെ തന്നെ ഭൂമി പൊട്ടിപ്പിളരാൻ പോകുന്നു. എത്ര വലിയ വാദമാണ് അവർ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മകനുണ്ടെന്ന വാദം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, റബ്ബിനെ സ്നേഹിക്കുന്ന മുസ്ലിമിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നത്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു കാഫിരീങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത്, മതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഹറാമാണെന്ന കാര്യത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ആലിമ പോലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അഹ്കാമു അഹ്ലി ദിമ്മ എന്ന കിതാബിൽ പറയുന്നു ജനങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും അവർ വ്യഭിചരിക്കുകയും അവർ കള്ളത്തരങ്ങൾ പറയുകയും മദ്യപിക്കുകയും എല്ലാവിധ വൻപാപങ്ങളും ചെയ്യുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ഗൗരവപ്പെട്ടതാണ് ഒരു ക്രിസ്ത്യാനിയായ വ്യക്തിക്ക് ഈദുൽ മീലാദിൽ ക്രിസ്മസ് ദിവസത്തിൽ ആശംസ അർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറയുന്ന വാദം കള്ളുകുടിയേക്കാൾ വലുതാണ്. അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറയുന്ന വാദം പെണ്ണുപിടിക്കുന്നതിനേക്കാളും വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മകനുണ്ട് എന്ന് പറയുന്ന വാദം എല്ലാവിധ തെറ്റുകളെക്കാളും വലുതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വഖാലു ഇത്തഖദർ റഹ്മാനു വലദ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, എത്ര വലിയ മഹാപാപമാണ് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തോട് സംസാരിക്കണ്ട എന്നല്ല, അവരോട് കച്ചവടം നടത്താൻ പാടില്ല എന്നല്ല, അവരോട് മിണ്ടാൻ പാടില്ല എന്നല്ല,
എന്നല്ല അവർ അറുത്തത്, ഇസ്ലാം അനുസരിച്ച് അവർ അറുത്തത് ഭക്ഷിക്കാൻ പാടില്ല എന്നല്ല, അവരോട് നന്മ കാണിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ മതപരമായ കാര്യങ്ങളിൽ യാതൊരു കാരണവശാലും അവരുടെ കൂടെ നമ്മൾ നിൽക്കാൻ പാടില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലൽ മുശ്രികീന യൗമ ഈദിഹിം ഫീ കനാഇസിഹിം ഫഇന്നൽ ഗളബ യതനസ്സലു അലൈഹിം. ആഘോഷ ദിവസങ്ങളിൽ കാഫിരീങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. അവിടെ അള്ളാഹുവിന്റെ ഗളബ് ഇറങ്ങാൻ, അള്ളാഹുവിന്റെ കോപം ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, കേവലം അവിടെ പ്രവേശിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത്ര ഗൗരവത്തോടു കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർ, ആ ദിവസത്തേക്ക് മാത്രമായി അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നവർ, അതല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ദിവസത്തിൽ ആശംസ നേരുന്നവർ, പ്രിയപ്പെട്ടവർ എത്ര വലിയ പാതകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അറിയുക, ആരോടെങ്കിലും വിദ്വേഷമുള്ളത് കൊണ്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അഖീദ അവന്റെ ഏറ്റവും വലുതാണ്. ഒരു മുസ്ലിം തെറ്റ് ചെയ്താൽ നമ്മൾ എതിർക്കുന്നത് പോലെ തന്നെ ഒരു കാഫിർ ചെയ്യുകയാണെങ്കിൽ, ഒരു നസ്രാണി ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ എതിർക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എന്തും നമുക്ക് സഹിക്കാം, എന്തും നമുക്ക് അനങ്ങാതിരിക്കാം. പക്ഷേ നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച് അവന്റെ മകനുണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ തന്നെ ഈസാ അലൈഹിസ്സലാം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനങ്ങാതിരിക്കാൻ വകയില്ല. എന്നിട്ട് ഈ ദിവസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എത്രമാത്രം ഹറാമുകളാണ് പലരും ചെയ്യുന്നത്. കള്ളുകുടിക്കുന്നവർ, പെണ്ണുപിടിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, പഴയ ബൈബിളിൽ, യഥാർത്ഥ ബൈബിൾ അനുസരിച്ച് കള്ളുകുടി ഹറാമാണ്, കള്ളുകുടി വിലക്കപ്പെട്ടതാണ്, അവരുടെ മതത്തിൽ പോലും വിലക്കിയതാണ്. ഇന്നുള്ള ബൈബിളിൽ ധാരാളം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നു, ഇന്നുള്ള ബൈബിളുകളിൽ അവർ കള്ളുകുടിച്ചു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്, ലൂത്ത് നബിയെ സംബന്ധിച്ച് പറയുന്നു, അവർ മകളുമായി വ്യഭിചരിച്ചു. ഇത്രയും മോശപ്പെട്ട കാര്യങ്ങളാണ് ഇന്നുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ, നമ്മുടെ ആരാധന, നമ്മുടെ റബ്ബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ യാതൊരു കാരണവശാലും മറ്റുള്ളവരുടെ കടത്തിക്കൂട്ടലുകൾ നമ്മൾ സഹിക്കാൻ പാടില്ല. നമുക്കാവുന്നതുപോലെ തന്നെ നമുക്കാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മറുപടി പറയാൻ, അത് എതിർക്കാൻ, ഏറ്റവും നല്ല രീതിയിൽ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആരോടെങ്കിലും കുഴപ്പമാക്കാനല്ല, പ്രശ്നമാക്കാനല്ല, പക്ഷേ വിഷയങ്ങൾ പറയേണ്ടത് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഇസ്സത്തോടുകൂടി ജീവിക്കാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹും ഖൗമുൻ അദല്ലഹുമുല്ലാഹ് ലാ ഉഇസ്സുഹും. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇസ്സത്ത് ലഭിക്കുന്ന ഒരു പ്രവർത്തനവും ഞാൻ ചെയ്യുകയില്ല. ആ ഒരു വിശ്വാസത്തോടുകൂടി ആ മതപരമായ കാര്യങ്ങളിൽ ഒരിക്കലും അവരോട് കൂടാതെ മാറി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ഇസ്സത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.